നമസ്കാരം. ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം തടയുവാൻ വേണ്ടിയിട്ട് വളരെ ശക്തമായ നടപടികൾ ഉണ്ടാകും എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹിയിൽ പ്രഖ്യാപിച്ചു. ഉടൻ തന്നെ ത്രിപുര, ആസാം, ബംഗാൾ മുഖ്യമന്ത്രിമാരുടെ യോഗം ചേരും. അതോടൊപ്പം തന്നെ കളക്ടർമാർ മുതൽ വില്ലേജ് ഓഫീസർമാർ വരെയും, അതോടൊപ്പം തന്നെ സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസ് മുതൽ SHO വരെയുള്ള ആൾക്കാരുടെ യോഗം ചേരും. ഇവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കും. ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികളും വളരെ വേഗത്തിൽ നടക്കുകയാണ് എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏകദേശം 4000 കിലോമീറ്റർ അതിർത്തിയാണ് ബംഗ്ലാദേശുമായി ഭാരതത്തിനുള്ളത്. അതിൽ 2200 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നത് പശ്ചിമ ബംഗാളുമായിട്ടാണ്. അതിൽ ഏകദേശം 1600 കിലോമീറ്റർ വേലി ഇതിനോടകം തന്നെ നിർമ്മിച്ചു കഴിഞ്ഞു. 600 കിലോമീറ്ററിൻ്റെ ഒരു ഗ്യാപ്പുണ്ട്. ഇത് മമതാ ബാനർജി സർക്കാർ ഭൂമി വിട്ടു നൽകാത്തതിലാണ് ഈ ഭാഗത്തേക്ക് വേലി കെട്ടുവാൻ വേണ്ടിയിട്ട് സാധിക്കാത്തത്. എന്നാൽ സുവേന്ദു അധികാരി സർക്കാർ അധികാരം ഏറ്റെടുത്ത ഉടനെ തന്നെ 600 കിലോമീറ്റർ ഭൂമി BSFന് കൈമാറിയിട്ടുണ്ട്. 75 കിലോമീറ്റർ ഭൂമി വാങ്ങിയത് സ്വകാര്യ വ്യക്തിയിൽ നിന്നാണ്. 75 ഏക്കർ ഭൂമി വാങ്ങിയത് സ്വകാര്യ വ്യക്തിയിൽ നിന്നാണ്. ഇതിനോടൊപ്പം തന്നെ കൈമാറിയിട്ടുണ്ട്. അതോടൊപ്പം ചിക്കന്ന കോറിഡോറിൽ, സിലിഗുരി കോറിഡോറിൽ ഇതിൻ്റെ ഉയരം, വേലിയുടെ ഉയരം ഏകദേശം 12 അടിയാണ്. അത്തരത്തിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയാണ് വേലി നിർമ്മിക്കുന്നത് എന്നതാണ്. ഈ ചിക്കന്ന കോറിഡോറിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ പ്രശ്നമുണ്ട്. 22 കിലോമീറ്റർ ദൈർഘ്യമാണ് ചിക്കൻ നെക്ക് കോറിഡോറിൽ ഉള്ളത്. ചൈന അടക്കമുള്ള വിവിധ രാജ്യങ്ങൾ ഈ ചിക്കൻ നെക്ക് കോറിഡോറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു. നേരത്തെ ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് ഇതിനൊരു ഗ്രേറ്റർ ബംഗ്ലാദേശായി പരിഗണിച്ചുകൊണ്ട് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിനെ ബംഗ്ലാദേശിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ചില മാപ്പ് നിർമ്മാണമൊക്കെ നടന്നിരുന്നു. അതിന് പാകിസ്ഥാൻ്റെയും തുർക്കിയുടെയും ഭാഗത്തുനിന്ന് വലിയ സഹായമായിട്ടും ഉണ്ടായിരുന്നത്. മുഹമ്മദ് യൂനസ് ആദ്യം പാകിസ്ഥാനിലേക്ക് മാപ്പുമായി പോവുകയും പിന്നീട് തുർക്കിയിലേക്കൊക്കെ പോകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ചൈനയുടെ പിന്തുണയും വളരെ കാര്യമായ രീതിയിൽ ഈ കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. ചൈനയ്ക്ക് എങ്ങനെയെങ്കിലും ഭാരതത്തിൽ നിന്ന് ഈ ചിക്കൻ നെക്ക് കോറിഡോർ ഭാഗം അടർത്തി മാറ്റിയെടുക്കാനാണ് ചൈന ശ്രമം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാലും ഈ നീക്കങ്ങൾക്കൊക്കെയും കനത്ത രീതിയിലുള്ള തിരിച്ചടിയാണ് ഭാരതത്തിൻ്റെ അതിർത്തി സുരക്ഷ വർദ്ധിപ്പിച്ചതോടുകൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ചിക്കൻ നെക്ക് കോറിഡോറിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുന്നു. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിൽ നിന്ന് ഈ നുഴഞ്ഞുകയറ്റക്കാർ ഭാരതത്തിൽ നിന്ന് വരാതിരിക്കുവാനുള്ള എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും നടത്തിക്കഴിഞ്ഞു. ജനങ്ങൾക്കും ഇത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ വിഷയം ഏറ്റെടുത്തിട്ടുള്ളത്. അവർ പറയുന്നത് ഇനി കളവ് നടക്കാതെ തങ്ങളുടെ മുതലുകൾ മോഷ്ടിക്കപ്പെടും എന്ന ഭയമില്ലാതെ തങ്ങൾക്ക് ഈ അതിർത്തി ഗ്രാമങ്ങളിൽ ജീവിക്കുവാൻ കഴിയും. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കന്നുകാലികൾ മോഷ്ടിക്കപ്പെടില്ലല്ലോ എന്നൊക്കെയുള്ള ആശ്വാസമാണ് പശ്ചിമ ബംഗാളിലെ അതിർത്തി ഗ്രാമങ്ങളിൽ ഉള്ള ആൾക്കാർ രേഖപ്പെടുത്തിയത്. എന്തായാലും വലിയ സന്തോഷത്തോടു കൂടിയാണ് ജനങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തിട്ടുള്ളത്. എന്തായാലും പശ്ചിമ ബംഗാളിൽ നിന്ന് ഒരു നുഴഞ്ഞുകയറ്റം ഇനി ഉണ്ടാകില്ല. വളരെ സുരക്ഷിതമായി പശ്ചിമ ബംഗാളിലേക്ക് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം ഇനി എന്തായാലും ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ജനങ്ങൾ വലിയ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ്. എന്തായാലും ഈ പശ്ചിമ ബംഗാൾ ഭാഗത്ത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നടന്ന ചില അതിക്രമങ്ങളുണ്ട്. ഈ അതിക്രമങ്ങൾക്കും ഇതോടുകൂടി കാര്യമായ ഒരു വിരാമം ഉണ്ടായിരിക്കുകയാണ്. അതായത് ഈ സന്ദേശ് കലി പോലുള്ള മേഖലകളിൽ, 24 പർഗണ പോലുള്ള മേഖലകളിലൊക്കെ ഇവരുടെ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി വന്ന ഈ ഭീകരവാദികൾ അവിടുത്തെ ഹിന്ദുക്കൾക്ക് നേരെ നടത്തിയ അതിക്രമങ്ങളുണ്ട്. അത് സമാനതകളില്ലാത്ത ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, സമാനതകളില്ലാത്ത അതിക്രമ ശ്രമങ്ങളുണ്ടായിരുന്നു. സ്ത്രീകൾ നിരന്തരം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു, കൊലപാതകങ്ങൾ നിരന്തരം നടന്നുകൊണ്ടേയിരുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഇനി ഉണ്ടാകില്ല എന്ന ഒരു സന്തോഷമാണ് ജനങ്ങൾ പങ്കുവച്ചത്. സുവേന്ദു അധികാരി സർക്കാർ അവിടെ അധികാരമേറ്റതിന് ശേഷം ബംഗാളികൾക്ക് ഒരു ആത്മവിശ്വാസം തന്നെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിലേക്ക് തൊഴിലാളികൾ എത്താത്ത സാഹചര്യം പോലും ഇതിനോടകം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കേരളത്തിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന തൊഴിലാളികൾ തന്നെ അവർ കൂടുതൽ ശമ്പളം ചോദിക്കുന്നുണ്ട്. തങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ എടുത്തു കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും സംഭവിക്കുവാനായിട്ട് കാരണം എന്ന് പറയുന്നത് പുതിയ സർക്കാരിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം തന്നെയാണ്. ജനങ്ങൾക്ക് ഇതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഭീകരവാദികളുടെ ആക്രമണമില്ലാതെ, അതോടൊപ്പം തന്നെ തൊഴിൽ പ്രശ്നങ്ങളില്ലാതെ തങ്ങൾക്ക് ബംഗാളിൽ ഇനി ജീവിക്കാമെന്ന സുരക്ഷിതത്വ ബോധമാണ്
ജനങ്ങൾ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.